ഇന്റെ തന്നുടെ മക്കളെ നോക്കിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്റെ തന്നുടെ മക്കളെ നോക്കിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്റെ തന്നുടെ മക്കളെ നോക്കിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്റെ തന്നുടെ മക്കളെ നോക്കിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം, നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ശ്രീ വിനോദ് കുമാർ. ഡൗൺലോഡ് മോജ്. ഇന്നത്തെ ഈ ഡൗൺലോഡ് മോജ് ഉദ്ഘാടനം ചെയ്യുന്ന ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയ ശ്രീ എം രാജഗോപാലൻ MLA, ഡിസ്കഷൻ പാനലിൽ ഇവിടെ എത്തിച്ചേർന്ന ശ്രീ മനോജ് കുമാർ കെ സെക്രട്ടറി നീലശ മുനിസിപ്പാലിറ്റി, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യര്, ഭാഗമായി പ്രവർത്തിക്കുന്ന കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് കാസർഗോഡ് ജില്ലയിൽ ഇതംപ്രദമായി ഒരു വിൻഡ് എക്സ്പോ ഇവിടെ കാലത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഈ വിൻഡ് എക്സ്പോയുടെ ഭാഗമായി തന്നെ ഈ 3 ദിവസം, ഇന്നും നാളെയും മറ്റന്നാളുമായി 3 ദിവസങ്ങളിൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് സംബന്ധമായിട്ടുള്ള അതിൻ്റെ സാങ്കേതികമായ പൊതുസമൂഹവും എന്നുള്ള ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ജില്ലയിലെ, അതുപോലെ തന്നെ ഇവിടെ ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഒന്നുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി നിയന്ത്രിക്കുന്നത് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ CV വിനോദ് കുമാറാണ്. അദ്ദേഹത്തിന് ഔപചാരികതയുടെ പേരിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ സ്വാഗതത്തിന് എന്നെ നിയോഗിച്ച അദ്ദേഹത്തിന് നന്ദിയും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ലാൻഡ്. 1999 ശേഷം നിരന്തരം കെട്ടിട നിർമ്മാണ നിയമങ്ങൾ അപ്ഗ്രേഡ് ചെയ്തു വന്നപ്പോഴൊക്കെ അതിനെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ് ലെൻസ്ഫെഡ്. ഈ അടുത്ത കാലത്ത് തുടരെ പല ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട പ്രിയങ്കനായ നിയമസഭാ സാമാജികൻ ശ്രീ M രാജഗോപാലൻ അവർ ഇന്നിവിടെ അതിലെ ഡിസ്കഷൻ പാനൽ വന്നിരിക്കുന്ന നീലേശ്വരം മുനിസിപ്പാലിറ്റി സെക്രട്ടറി ശ്രീ മനോജ് കുമാർ സാർ, അതുപോലെ കാഞ്ഞങ്ങാട് മുനിസിപ്പൽ സെക്രട്ടറി ശ്രീ മനോജ് സാർ, ഇവിടെ സ്വാഗതം പറഞ്ഞ
ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക സങ്കേതങ്ങളെല്ലാം ഒരു നാടിൻ്റെ ഒരു ജനതയുടെ ഗുണപരമായ മാറ്റത്തിന് എങ്ങനെ പ്രയോജനപ്പെടുത്താം? കാലത്തോടൊപ്പം സഞ്ചരിക്കാൻ, അല്ലെങ്കിൽ ജനങ്ങളെ, ഒരു ജനതയെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് എങ്ങനെ കഴിയും? അതിന് നമുക്ക് നമ്മുടെ ഈ ഒരു മേഖലയിൽ വ്യാപരിച്ചുകൊണ്ട് പുതിയ ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക മേഖലയെ എങ്ങനെ നമുക്ക് മനുഷ്യനന്മയെയും നാടിന്റെ പുരോഗതിയെയും മുൻനിർത്തി പ്രയോജനപ്പെടുത്താം? അപ്പൊ അങ്ങനെ ഒരു വളരെ സമഗ്രമായ നിരീക്ഷണത്തിലൂടെയാണ്, പഠനത്തിലൂടെയാണ് എൻസെഡ് വളരെ ശ്രദ്ധേയമായ രീതിയിൽ ഇവിടെ ഒരു എക്സ്പോ സംഘടിപ്പിച്ചിട്ടുള്ളത്. ആർക്കും ഇപ്പോൾ റോഡിലൂടെ കടന്നു പോകുന്നവരെ വളരെ അല്ലേ ആൾ കാണുമ്പോൾ ഞെട്ടുന്നുണ്ട്. എൻസെഡിൻ്റെ സാധാരണ ഇതെന്താ പരിപാടി? ഞാൻ വരുമ്പോഴേ എനിക്കുണ്ടായിട്ടുള്ള ഫീലിങ്സ് ആണ്. ഞാൻ ഇറങ്ങിയ ഉടനെ ഞാൻ മറ്റ് പല നേതാക്കളും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പോൾ ഞാൻ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇത് ഭയങ്കര സംഭവമാണല്ലോ. ഫസ്റ്റ് പ്രതികരണമായിട്ട് അപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ തമാശക്ക് പറഞ്ഞു, ഇതെന്താ നിങ്ങൾ വിചാരിച്ച് എൻസ്പെക്ടറിനെ കുറിച്ച്? ഇത് കൺവെൻഷനും പരിപാടിയൊന്നുമല്ല. ഇത് വളരെ ഒരു സമൂഹത്തിന് ഈ മേഖലയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശേഖരണമാണ്. ആ ഒരു ശേഖരമാണ് ഈ പുതിയ കാലത്ത് ടെക്നോളജി. ആ ടെക്നോളജിയുടെ അനന്തമായ സാധ്യതകൾ, ആ ടെക്നോളജി നമുക്ക് ഒരു പ്രദേശത്തിന് അനുയോജ്യമായ വിധം നമ്മുടെ കീശയിലെ കാശിന് താങ്ങാവുന്ന വിധത്തിൽ എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുത്താൻ കഴിയും. അപ്പോൾ ആ രീതിയിലെല്ലാം നമുക്ക് നന്നായിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ സഹായകരമായ രീതിയിൽ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള സ്റ്റാളുകളാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ കാലത്തോടൊപ്പം അല്ല ഒരുപടി മുന്നിൽ സഞ്ചരിക്കാൻ സന്മനസ്സും സന്നദ്ധതയും കാട്ടിയ എൻസ്പെഡിന്റെ മുഴുവൻ പ്രവർത്തകരെയും ഇതിന്റെ സംഘാടകരെയും ഈ മികവുറ്റ സംഘാടനത്തെയും പ്രത്യേകം ഇതിനാഭൂതമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ എക്സിബിറ്റ് ചെയ്ത് ആളുകളെ ബോധ്യപ്പെടുത്തി പോവുക എന്നുള്ളതല്ല, അതിനേക്കാൾ ഒരുപടി മുന്നിൽ നിങ്ങൾ സഞ്ചരിച്ചു. അത് കെട്ടിട നിർമ്മാണ നിയമത്തെക്കുറിച്ചും കെട്ടിട നിർമ്മാണ മേഖല ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ചും ആ പ്രതിസന്ധിയെ എങ്ങനെ അതിജീവിക്കാം, അങ്ങനെ അതിജീവിക്കാനുള്ള കരുത്ത് ജനങ്ങൾക്ക് പകർന്നു നൽകാൻ കഴിയും വിധത്തിലേക്കുള്ള വലിയൊരു സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ പര്യാപ്തമായിട്ടുള്ള വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇതിൻ്റെ വിവിധ സെമിനാറുകൾ നിങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു അക്കാഡമിക് പിൻബലം കൂടിയാണ് ജനങ്ങളെ നിയമങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ ഇന്നത്തെ വിഷയം കെട്ടിട നിർമ്മാണ നിയമങ്ങളും പൊതുസമൂഹവും എന്നുള്ളതാണ്. ഒരു നിയമം നിർമ്മിക്കാൻ അല്ലെങ്കിൽ അത് പ്രാബല്യത്തിൽ വരാൻ അതിലേക്കുള്ളൊരു പ്രോസസ് ഉണ്ട്. അത് പലപ്പോഴും അതിൻ്റെ വലിയൊരു അധ്വാനമാണ് അല്ലേ? ഇപ്പൊ നിയമസഭ മീൻസ് നിയമനിർമ്മാണ സഭയാണ്. നിയമനിർമ്മാണ സഭയുടെ അഥവാ നിയമസഭയുടെ പ്രഥമവും പ്രധാനവുമായിട്ടുള്ള ഉത്തരവാദിത്വം പാർലമെന്റ് നിയമസഭയൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. പക്ഷേ ഇതിനേക്കാൾ എത്രയോ മഹത്തരമാണ് നമ്മുടെ ഓരോ സംസ്ഥാനങ്ങളിലെ നിയമസഭകളും. രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായിട്ട് പാർലമെന്റ് ആയാലും ചെറുതും വലുതുമായ ഓരോ നിയമനിർമ്മാണ പ്രക്രിയയിലും നമ്മുടെ ഈ സഭാവേദികൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു നിയമനിർമ്മാണത്തിന്റെ കരട് തയ്യാറാക്കുന്നതിന് തന്നെ മാസങ്ങളുടെ, ചില വർഷങ്ങളോളം അതിൻ്റെ ഒരു ഹോംവർക്കാണ്. അങ്ങനെ ഹോംവർക്ക് തയ്യാറാക്കിയ ഒരു സംസ്ഥാനത്തിനെ സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റും സംസ്ഥാന നിയമവകുപ്പും ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ നിയമനിർമ്മാണ പ്രക്രിയയിൽ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകേണ്ടുന്ന വകുപ്പ് എന്ന് പറയുന്നത് നിയമവകുപ്പാണ്. അങ്ങനെ ഒരു കരട് തയ്യാറാക്കിയാൽ അത് ഫ്ലോറിൽ, അസംബ്ലിയിൽ, സഭയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ആദ്യ ഡിസ്കഷൻ ഉണ്ട്, ഒന്നാം വായന. അത് കഴിഞ്ഞ് ഈ കാര്യങ്ങൾ സബ്ജക്ട് ഓരോ നിയമത്തിന്റെയും വിവിധ പ്രത്യാഘാതങ്ങൾ അനുകൂലവും പ്രതികൂലവുമാകാം, അതിന്റെ വിവിധ വശങ്ങൾ, അതിന്റെ ബഹുമുഖമായ നേട്ടം, അത് ഇംപ്ലിമെന്റ് ചെയ്താലുണ്ടാകുന്ന പ്രതികരണം, അങ്ങനെ അതിന്റെ ഓരോ ശാഖകളും ഓരോ തലങ്ങളെ കുറിച്ച് സമഗ്രമായ നിരീക്ഷണം നടത്തി പഠനം നടത്തി MLA മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു നിയമനിർമ്മാണ പ്രക്രിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹോംവർക്കുള്ള
പിന്നെ നിയമനിർമ്മാണ വേളയിലും ചുമതലപ്പെടുത്തുന്ന MLA-മാർ ഡിസ്കഷനിൽ പങ്കെടുക്കും. അങ്ങനെ ഒരു വട്ടം ചർച്ച നടത്തി പിന്നീട് അതിൻ്റെ ആ ചർച്ച ഒരു ഘട്ടം പൂർത്തിയായി പിന്നീട് അത് സബ്ജക്ട് കമ്മിറ്റികളിലേക്ക്, ആ സബ്ജക്ട് കമ്മിറ്റികളിലേക്ക് പോകുന്നത് വളരെ വിശദമായ പരിശോധന പിന്നെയും നടത്തും. സബ്ജക്ട് കമ്മിറ്റിയിൽ ബന്ധപ്പെട്ട മന്ത്രിയായിരിക്കും അതിൻ്റെ ചെയർ. കെട്ടിട നിർമ്മാണം നടക്കട്ടെ. ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ, ആ വ്യക്തികൾ ഉൾപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു നിയന്ത്രണങ്ങളുമില്ലാത്ത ഒരു സാമൂഹ്യ ചുറ്റുപാട്, ഒരു ഭൗതിക അന്തരീക്ഷമാണ് നമ്മുടെ മുന്നിലുള്ളതെങ്കിൽ എന്തായിരിക്കും? നാട് അരാജകത്വത്തിലേക്ക് പോകും. നാട് അരാജകത്വത്തിലേക്ക് പോകും. ആർക്കും ആരെയും ചോദ്യം ചെയ്യാം, ആരും ചോദിക്കാനും പറയാനാളില്ല, ഒരു നിയമത്തിന്റെ പിൻബലവുമില്ല, ഒരു നിയന്ത്രണവുമില്ല. അങ്ങനെ അരാജകത്വത്തിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ടാണ് ഓരോ തലങ്ങളിലും വളരെ കൃത്യമായ ജനങ്ങളുടെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ വിവിധ തലങ്ങളിൽ ആവശ്യമായ സമൂഹത്തിന്റെ മേലുള്ള നിയന്ത്രണം, അതൊക്കെ ഉറപ്പുവരുത്തുന്നതിനാണ് ഇതുപോലെയുള്ള വിവിധ മേഖലകളിലുള്ള നിയമനിർമ്മാണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ പ്രധാനമാണ്. അപ്പൊ മനുഷ്യരുടെ സ്വസ്ഥമായ ജീവിതത്തിന് കെട്ടിട നിർമ്മാണം ക്രമപ്പെടുത്തേണ്ടതുണ്ട്. അതാണ് നിയമത്തിന്റെ ഒരു ലക്ഷ്യം, കെട്ടിട നിർമ്മാണ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ. അപ്പൊ സ്വസ്ഥമായ ജീവിതം, അതിന് കെട്ടിട നിർമ്മാണം ക്രമപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ഒരാളുടെ കെട്ടിട നിർമ്മാണം മറ്റൊരാൾക്ക് അഥവാ പൊതുസമൂഹത്തിനോ ഒരു കാരണവശാലും ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നിയതമായ നിയന്ത്രണം ഉറപ്പുവരുത്തിക്കൊണ്ട് എങ്ങനെയെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എന്തെല്ലാം വ്യവസ്ഥകൾ നിങ്ങൾ പാലിക്കണം, എന്തെല്ലാം വ്യവസ്ഥകൾക്ക് നിയന്ത്രണമായിട്ട് മാത്രമേ നിങ്ങൾ കെട്ടിട നിർമ്മാണം അല്ലെങ്കിൽ കെട്ടിടം നിർമ്മിക്കാൻ പാടുള്ളൂ. വളരെ വ്യക്തമായ വ്യവസ്ഥകൾ ഉണ്ടാക്കുന്നത്. ഒരാളുടെ കെട്ടിട നിർമ്മാണം മറ്റൊരാൾക്കോ സമൂഹത്തിനോ ഒരു കാരണവശാലും ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഗതാഗത സൗകര്യങ്ങൾ, പരിസ്ഥിതി സംരക്ഷണം എന്നിവയൊന്നും, അല്ലെങ്കിൽ ഈ മേഖലകളെ ഒന്നും ദോഷകരമായി ബാധിക്കാതെ ആയിരിക്കണം ഓരോ കെട്ടിട നിർമ്മാണം. ഉൽപാദന മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കാർഷിക മേഖലയെ പ്രതിസന്ധി അല്ലെങ്കിൽ അതിനെ പ്രതികൂലമായി ബാധിക്കാൻ വേണ്ടി പാടില്ല. മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഉള്ള വശം പരിശോധിക്കണം. അതുപോലെ ഗതാഗത സൗകര്യങ്ങൾ പൊതുസമൂഹത്തിന് ഗുണകരമായി പ്രയോജനകരമായുള്ള, അപ്പൊ കൃഷി, മൃഗസംരക്ഷണം, ഗതാഗത മേഖല, അതുപോലെ അതിനേക്കാൾ ഉപരിയായി അതോടൊപ്പം തന്നെ പരിസ്ഥിതി സംരക്ഷണം. ഇന്ന് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മേഖലയാണ് ആഗോളതാപനം, കാലാവസ്ഥാ വ്യതിയാനം, കാലം തെറ്റി പെയ്യുന്ന മഴ. ഇപ്പൊ ടൈം ടേബിളെല്ലാം തെറ്റിയാണ്. ഇപ്പൊ മഴയുടെ ടൈം ടേബിളൊക്കെ തെറ്റിയല്ലോ. അപ്പൊ ഈ അടുത്ത ദിവസമാണ് മഴ പെയ്തത്. ആ പച്ചക്കറി കൃഷി നടത്തുന്ന സാധാരണ കർഷകർ വലിയ സങ്കടത്തിലാണിപ്പോൾ ഈ കാലം തെറ്റി പെയ്ത മഴയെ തുടർന്ന്. അപ്പൊ ആഗോള താപനത്തെക്കുറിച്ചും വ്യതിയാനത്തെക്കുറിച്ചും ഒരു വലിയ ചർച്ചയാണ്. പഴയതിൽ നിന്ന് വ്യത്യസ്തമായി പ്രകൃതി ദുരന്തങ്ങൾ ഏറുകയാണ്. ശാസ്ത്രം അതിന്റെ വഴിക്ക് പോകുന്നു. ശാസ്ത്ര പുരോഗതി ശാസ്ത്രലോകം ഇപ്പൊ ചർച്ച ചെയ്യുന്നതെന്നറിയോ? ശാസ്ത്രലോകം ഇപ്പൊ ചർച്ച ചെയ്യുന്നത് ആയിരക്കണക്കിന് വർഷം കഴിഞ്ഞാൽ ഈ ഭൂമി ഉണ്ടാവില്ല എന്നാണ്. നമ്മുടെ തലമുറയ്ക്ക് വരാൻ സാധ്യതയില്ല. കെട്ടിട നിർമ്മാണങ്ങളായിട്ട്, എഞ്ചിൻ നിർമ്മാണങ്ങളായിട്ട് ഇങ്ങനെ പോവാം. പക്ഷെ ഭാവിയാണ്. അങ്ങനെ വന്നാൽ അന്ന് അക്കാലത്ത് എവിടെ മനുഷ്യൻ അധിവസിച്ചു, ആ അധിവാസ കേന്ദ്രം തേടിയുള്ള അന്വേഷണാത്മകമായ യാത്രയിലാണ് ഇന്ന് ശാസ്ത്രലോകം. കാലമാണിത്. ആശുപത്രികളിൽ ഓപ്പറേഷനുകളെല്ലാം യന്ത്രമനുഷ്യന്റെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇപ്പൊ കോഴിക്കോടും കണ്ണൂരൊക്കെ പ്രധാനപ്പെട്ട ആശുപത്രികളിൽ ഇപ്പോ ഓപ്പറേഷൻ നടത്തുന്നത് യന്ത്രമനുഷ്യനാണ്. മലപ്പുറത്ത് അരീക്കോട് ഒരു ഹോസ്പിറ്റലിൽ ഫിസിയോതെറാപ്പി ചെയ്യിക്കുന്നത് യന്ത്രമനുഷ്യനാണ്. അത് കാലം മാറി. അപ്പൊ അത് വളരെ പ്രധാനമാണ് നമുക്ക്. കാരണം നിങ്ങൾ കാലത്തോടൊപ്പം സഞ്ചരിക്കുന്നവരാണ്. പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ, പുതിയ തലമുറയെ അഡ്രസ് ചെയ്യാൻ, പുതിയ സമൂഹത്തെ അഡ്രസ് ചെയ്യാൻ, അങ്ങനെയാണ് കേരളത്തെ അഡ്രസ് ചെയ്യാൻ, അഭിസംബോധന ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള ഒരു വിഭാഗമാണ്. അപ്പൊ ഈ ടെക്നോളജിയുടെ മാറ്റം, ഈ ശാസ്ത്രലോകത്തിന്റെ മാറ്റമെല്ലാം വളരെ പ്രധാനമാണ്. അപ്പൊ ശാസ്ത്രം ഈ രീതിയിൽ പുരോഗമിക്കുമ്പോൾ
നമ്മുടെ നാടിലെ മനുഷ്യരുണ്ടാക്കുന്ന വിപത്തുകൾ, പ്രകൃതിയോട് ചെയ്യുന്ന അപകടകരമായിട്ടുള്ള സമീപനങ്ങളും മനോഭാവവും, അതിനാണ് പല പ്രകൃതി ദുരന്തങ്ങളും നമ്മൾ ക്ഷണിച്ചു. നഗരങ്ങളിൽ കേരള മുനിസിപ്പാലിറ്റി ചട്ടമാണ് നിലവിലുള്ളത്. 2 ചട്ടവും സമാന സ്വഭാവമുള്ളതാണ് അല്ലെ സെക്രട്ടറിമാർ? 2 ചട്ടവും ഏതാണ്ട് സമാന സ്വഭാവമുള്ളതാണെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മറ്റൊന്ന് കെട്ടിട നിർമ്മാണ പെർമിറ്റാണ്. ഇതിനെങ്ങനെ ചില റോളുണ്ടല്ലോ. കെട്ടിട നിർമ്മാണ പെർമിറ്റ്, കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും പെർമിറ്റ് സ്വാഭാവികമായും എടുക്കേണ്ടതുണ്ട്. ഇന്ന നിയമം തെറ്റായി ഇംപ്ലിമെന്റ് ചെയ്താൽ ഉണ്ടാകാവുന്ന സാമൂഹ്യ പ്രത്യാഘാതം, ആ സാമൂഹ്യ പ്രത്യാഘാതം ബോധ്യപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ മാത്രമേ നമുക്ക് പോകണം. അങ്ങനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പോകാൻ നമുക്ക് കഴിയണം. അതിന് സഹായകമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ഇത്തരം നിയമങ്ങളിലൂടെയും ചട്ടങ്ങളിലൂടെയും നാം വിഭാവന ചെയ്യുന്നത്. അപ്പോ ഈ കെട്ടിട നിർമ്മാണ ചട്ടം ആദ്യഘട്ടത്തിൽ നഗരസഭകളിൽ ആണ് കെട്ടിട നിർമ്മാണ ചട്ടം നിലവിൽ വന്നത്. പിന്നീട് എല്ലാ പഞ്ചായത്തുകളെയും ഗ്രാമപഞ്ചായത്തുകളെയും വ്യാപിപ്പിക്കുക എന്ന സമീപനമാണ് സ്വീകരിച്ചത്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമാണെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ സമൂഹം മുന്നോട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പം ചെറുതായെങ്കിൽ പോലും അതിനെ പോറലേൽപ്പിക്കാതിരിക്കാനുള്ള ജാഗ്രത നമുക്ക് ഈ മേഖലയിൽ ഉണ്ടാകണം എന്ന് ഞാൻ പറഞ്ഞു വെക്കുകയാണ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം സാധ്യമാകണമെങ്കിൽ പ്രകൃതി സംരക്ഷണം, അതുപോലെ തന്നെ മറ്റുള്ളവരെ ദ്രോഹിക്കാത്ത രൂപത്തിലുള്ള കെട്ടിട നിർമ്മാണം, ഗതാഗതത്തിന് പിന്നെ പ്രതികൂലമായി ബാധിക്കാതെ, കൃഷി മേഖലയ്ക്ക് പ്രതികൂലമായി ബാധിക്കാതെ, മൃഗസംരക്ഷണത്തിന് പ്രതികൂലമായി ബാധിക്കാതെ, അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം സാധ്യമാകണമെങ്കിൽ കെട്ടിട നിർമ്മാണത്തിന് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക. കാഴ്ചപ്പാടെന്ന് പറയുന്നത് പരിസ്ഥിതി സംരക്ഷണത്തിൽ അധിഷ്ഠിതമായ സമഗ്ര വികസനം എന്നുള്ളതാണ്. പ്രകൃതി സൗഹൃദമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പോവുക എന്നുള്ളതാണ്. അപ്പൊ പരിസ്ഥിതി സംരക്ഷണത്തിൽ അധിഷ്ഠിതമായ വികസന കാഴ്ചപ്പാടാണ്. അപ്പൊ പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്ന ഒന്നും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അങ്ങനെ വരുമ്പോൾ കെട്ടിട നിർമ്മാണത്തിന്റെ കാര്യത്തിലും പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്ന ഒരു നിർമ്മാണ പ്രക്രിയയിലും ഇടപെടാൻ നമുക്ക് അവകാശമില്ല. അതിനുള്ളൊരു സുതാര്യത വേണം. അതിലൊക്കെ ഒരു ജാഗ്രത ഇല്ലേ? ജനങ്ങളുമായി നിങ്ങൾക്ക് ഏറ്റവും നന്നായി ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു തലമാണ് ഈ ഘട്ടം, അതിൻ്റെ ഒരു പ്രൈമറി ഘട്ടം. ആ രീതി ചെയ്യാൻ കഴിയും. എന്നാൽ പലപ്പോഴും ചട്ടങ്ങൾ പാലിക്കാതെ നിർമ്മാണം നടത്തുന്ന സ്ഥിതി ഉണ്ടാകാറുണ്ട്. ചട്ടങ്ങൾ പാലിക്കൂല, നിയമം നോക്കൂല, കെട്ടിടം അങ്ങോട്ട് ഉണ്ടാക്കും. അപ്പോ നമ്പർ കിട്ടാതെ വന്നാൽ സെക്രട്ടറി മഹാമോശക്കാരൻ എല്ലാം ഒന്ന് കിട്ടിയിട്ടില്ല, പാടം നോക്കി ഇവിടെ നോക്കുന്നു. അന്ന് സെക്രട്ടറിമാർക്ക് വാദം, സെക്രട്ടറി നിയമം പാലിച്ച് പോയിക്കോളാം, പോയിക്കോളാം. പക്ഷെ അത് വളരെ കൃത്യതയോടെ നമുക്കത് നോംസ് പാലിച്ച് പോകാൻ കഴിയണം. അപ്പൊ ഇപ്പൊ ഈ കെട്ടിട നിർമ്മാണം ചട്ടങ്ങൾ പാലിക്കാതെ കെട്ടി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട്. അപ്പൊ ഈ സാഹചര്യം ഒഴിവാക്കുന്നതിന് ലൈസൻസ്ഡ് ബിൽഡിംഗ് സൂപ്പർവൈസർമാർക്ക് പ്രധാന പങ്കുവഹിക്കാൻ കഴിയും. അനുവദിച്ച പെർമിറ്റ് പ്രകാരമാണ് നിർമ്മാണം നടക്കുന്നതെന്നും ഉറപ്പുവരുത്തേണ്ട ചുമതല ലൈസൻസ് ബിൽഡിംഗ് സൂപ്പർവൈസർമാരുടേതാണ് എന്ന് പ്രത്യേകം നാം ഓർക്കേണ്ടത്. ജാഗ്രതയോടെ സൂപ്പർവിഷൻ നന്നായി നടത്താൻ കഴിഞ്ഞാൽ, ഈ ഇതൊക്കെ പാലിച്ച് പോയാൽ അനധികൃത കെട്ടിട നിർമ്മാണം നമ്മുടെ നാട്ടിൽ ഇല്ലാതാക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ഒട്ടേറെ ഇളവുകളും കാലാനുസൃത മാറ്റങ്ങളും വരുത്താൻ സംസ്ഥാന ഗവൺമെന്റ് കൂടി ഇത് എല്ലാ പഞ്ചായത്തുകളിലും വ്യാപിപ്പിക്കാൻ ആണ് സർക്കാരിന്റെ കാഴ്ചപ്പാട്, നിലപാട്. അപ്പൊ ഈ രീതിയിലെല്ലാം നമുക്ക് നിയമവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ മേഖലയിൽ ഉള്ള പ്രവർത്തകരെ സംബന്ധിച്ച് ജനങ്ങൾക്ക് എങ്ങനെ ഗുണകരമായി സഹായകരമായ നിലപാട് നമുക്ക് സ്വീകരിച്ചു പോകാൻ കഴിയുന്നതാണല്ലോ. അത് ആ രീതിയിൽ തന്നെ നമുക്ക് നിയമലംഘനം വരുത്താതെ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ നിയമങ്ങൾ പാലിക്കേണ്ടുന്നതിന്റെ അനിവാര്യത ജനങ്ങളെ അല്ലെങ്കിൽ വീട് നിർമ്മാതാക്കളെ, കെട്ടിട നിർമ്മാതാക്കളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് പോകാൻ കഴിയണം എന്നുള്ളതാണ്.
പിന്നെ ഇത് പുതിയ കാലം. ഈ അവസരത്തിൽ സൂചിപ്പിക്കാവുന്ന പരിപാടികളില്ല. വളരെ ക്രിയാത്മകമായ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഒന്നാമതായി അഥവാ പുതിയ സമൂഹത്തെ അറിയാനും അവരുടെ ഭാഗമായിട്ടുള്ള ഈ പദ്ധതി പരിചയപ്പെടുത്തുന്നത് എല്ലാ ദിവസവും 2 സെമിനാറുകളാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. നമ്മുടെ സബ്ജക്റ്റുകളാണ് ഓരോ ദിവസവും നമ്മളിവിടെ വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിന് മറ്റേ സെമിനാറാണ് കെട്ടിട നിർമ്മാണ നിയമവും കോഴ്സും ചെയർമാൻ ശ്രീ വി ഗോപാൽ ചടങ്ങിൽ സ്വാഗതം. സെമിനാർ ആരംഭിക്കുന്നു. ഈ മെറ്റീരിയൽ തണുക്കാണ്ട് ഇതേ ചൂടിൽ നമ്മൾ ഡയറക്റ്റ്ലി റോഡിനുള്ളിൻ്റെ ഉള്ളിലോട്ട് കൃഷിയാണ്. സ്റ്റീൽ ഫാക്ടറിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ വർഷം ഇതാണ് കരളി TMT. കൂടാതെ നമ്മൾ യൂസ് ചെയ്ത് വരുന്ന ജർമ്മൻ ടെക്നോളജി അതിനൊരു മുതൽക്കൂട്ടായിട്ട് മാറുകയാണ്. ഒരു ചെയർമാൻ എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ നമ്മളെല്ലാവരും കേട്ടിട്ട് പരിചയമുള്ളൊരു പേരാണ് കരളി TMT. അപ്പോൾ നമുക്ക് കരളി TMTയെ കുറിച്ച് പറയുവാണെങ്കിൽ 125 വർഷത്തെ ബിസിനസ് പാരമ്പര്യം നമ്മുടെ കമ്പനിയെ കുറിച്ചിട്ടും നമ്മുടെ കമ്പനിയിലുള്ള പ്രൊഡക്ഷൻ പ്രോസസ്സിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്വാളിറ്റി നമ്മുടെ പ്രൊഡക്ഷൻ ഈ പദ്ധതി പരിചയപ്പെടുത്തുന്നത് എല്ലാ ദിവസവും 2 സെമിനാറുകൾ ഇവിടെ നടത്തപ്പെടുന്നു. മറ്റേ സെമിനാറാണ് കെട്ടിട നിർമ്മാണ നിയമവും കോഴ്സും. ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ. World class technology, world class quality, number 1 in strength, 3-layer protection. മിനാർ TMT ടെംകോർ FE 550D. മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷെ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ്
കംപ്ലീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ്. മുസ്കാനിൽ വരുന്നത് വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക, എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്തോളി, അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. City Gold, Gold and Diamonds, Kerala and Karnataka.